പുതിയ കാലത്തെ പല പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ക്യാമ്പുകൾക്ക് അത്തരത്തിലേക്കുള്ള പൊതുപ്രവേശനം നിയന്ത്രിക്കുന്നു. ക്യാമ്പിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വന്ന് ആളുകളെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ വിളിക്കാം, അവരെ പുറത്തേക്ക് എത്തിക്കാം, കാണാം. മാധ്യമപ്രവർത്തകർക്ക് ഈ അവസരമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് മനുഷ്യരുടെ ദുഃഖങ്ങളും അവസ്ഥകളും ഒക്കെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒരു ഒരു അലോസരമൊക്കെ തോന്നാം. എന്തിനാണ് ഇത് നിയന്ത്രണമാണോ അല്ലെങ്കിൽ ഇതൊക്കെ? പക്ഷേ യാഥാർത്ഥ്യമാണ്. അത് അവർക്ക് കുറേ കൂടി ഗുണകരമാകുന്നുണ്ട്. അവിടെ കഴിയുന്ന മനുഷ്യർക്കത് ആശ്വാസം പകരുന്നതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ ഈ ഉദ്യോഗസ്ഥരെ, ഓരോ ക്യാമ്പിൻ്റെയും ചുമതലക്കാരെ വിളിച്ചു വരുത്തി ചെയ്യുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. മന്ത്രി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഭക്ഷണ വിതരണം എന്നുള്ളത്, ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ മേപ്പാടി ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് ഈ പറഞ്ഞ റവന്യൂ വകുപ്പിൻ്റെ തന്നെ നിയന്ത്രണത്തിൽ അവിടുത്തെ താലൂക്ക് ഓഫീസർക്കാണ്, തഹസിൽദാർക്കാണ്, അതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് തഹസിൽദാരാണ് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഏതാണ്ട് 10,000 പാക്കറ്റാണ് ഭക്ഷണം ഓരോ നേരവും അവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കൈരളി ന്യൂസ് കണ്ടവർക്കറിയാം, ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി നേരത്ത് നമ്മൾ ന്യൂസിൽ ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഭക്ഷണം പാക്കറ്റുകളാക്കി കൊണ്ടുവെക്കുന്നു. ഈ പറഞ്ഞ ആളുകളൊക്കെ, സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്ന്, അതുപോലെ വിവിധ സേനാ വിഭാഗങ്ങളുടെ, വിവിധ ഏജൻസികളുടെ ആളുകളൊക്കെ വന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. അതിനൊക്കെയുള്ള സംവിധാനം അതിൻ്റേതായ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർക്കും അതിനുള്ള അവസരമുണ്ട്. അവർക്ക് അങ്ങനെ പാകം ചെയ്യുന്ന ഭക്ഷണം കൊണ്ടുവന്ന് എവിടം വരെ എത്തിക്കാം, ബെയിലി പാലത്തിൻ്റെ അരികു വരെ എത്തിക്കാം, അവിടെ വെച്ച് അതും വിതരണം ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ വേണ്ടതാണ്. അപ്പോൾ ആ സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ, പരാതികളുണ്ടോ, പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും തിരുത്തേണ്ടതും എന്താണ് എന്നുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ അവലോകനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് താഴെ തട്ട് വരെ ഉണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, പ്രസിഡൻറ്റുമാർ, അതുപോലെ ചെയർമാൻമാർ അല്ലെങ്കിൽ ചെയർപേഴ്സൺമാർ, ഇവരെല്ലാം ഇന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏകോപനം, അവർ ചെയ്യാൻ ചുമതലപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഏകോപനം എങ്ങനെ നടക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരു ഫ്രെയിം വർക്കിൽ നടന്നു വരുന്നു എന്നുള്ളത് കൂടിയാണ് മന്ത്രി രാജൻ രാവിലെ പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ജോഷില നമ്മൾക്കൊപ്പം ഉണ്ട്, മേപ്പാടിയിൽ നിന്നാണ് ഉള്ളത്, മേപ്പാടിയിലെ ക്യാമ്പിൽ. ജോഷില, ഗുഡ് മോർണിംഗ്. മേപ്പാടിയിലെ ക്യാമ്പിലാണോ ഇപ്പോഴുള്ളത്? ശരത്, ഗുഡ് മോർണിംഗ്. മേപ്പാടിയിലെ ക്യാമ്പിലല്ല, ക്യാമ്പിന് പുറത്താണുള്ളത്. കാരണം ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അത് ശരിയാണ്, ക്യാമ്പില് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ക്യാമ്പിന്റെ പരിസരം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത് അതാണ്. അങ്ങനെ നിർബാധം അങ്ങനെ കയറിപ്പോയി ആരെയും കണ്ട് പോരുക എന്നുള്ളതല്ല. ആ ക്യാമ്പിന്റെ പരിസരത്താണ് ജോഷില ഉള്ളത്, അല്ലേ? തീർച്ചയായും. ഒന്ന്, ക്യാമ്പിൽ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കടന്നു പോവുക എന്നുള്ളത് ഏറ്റവും അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, അവർക്ക് അരോചകമായി മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വീണ്ടും വീണ്ടും മറക്കാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുക, അവരോട് ഈ തരം കാര്യങ്ങൾ ചോദിക്കുക, അത്തരത്തിലുള്ള ഒരു ഇടപെടൽ, അത് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ, അതായത് വലിയൊരു ദുരന്തമുഖത്തെ നേരിട്ട് വന്നവരാണ്. അവർക്കൊരു ഏകാന്തത അനുഭവിക്കണം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും 1-2 ആളുകളുണ്ടെങ്കിൽ അവരെയെങ്കിലും വെറുതെ വിടുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു തീരുമാനം നന്നായി എന്ന് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. നമ്മളോട് സംസാരിക്കേണ്ടവർ നമുക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറാണ്. അതിലൊന്നും ഒരു തടസ്സവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, സർക്കാർ അത്രയധികം സൂക്ഷ്മതയോടുകൂടിയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ സ്വകാര്യത മാനിക്കുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും, രക്ഷാപ്രവർത്തനം മുതൽ ഇവിടെ വരെ എത്തിയ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയധികം സൂക്ഷ്മതയോടുകൂടി മാത്രമാണ്. ആരോഗ്യ കാര്യങ്ങളായാലും, ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുചീകരണത്തിൻ്റെ കാര്യത്തിലായാലും അത്രയും ശുചിത്വ ബോധത്തിലും ഒക്കെ തന്നെയാണ്. അത് പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാൻ അതടക്കമുള്ള കാര്യങ്ങൾ ക്യാമ്പുകളിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. ഇനി പുനരധിവാസത്തിൻ്റെ കാര്യങ്ങളാണ്. പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്നലെ മന്ത്രി കെ രാജനും അല്പസമയം മുമ്പ് കൈരളി ന്യൂസിനോടക്കം പറയുകയുണ്ടായി. മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ സംസാരിച്ചിരുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാമ്പിൽ ഈ ഒരു വാർത്താ സമ്മേളനം അറിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ടെലിവിഷൻ അടക്കമുള്ള ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ തന്നെ കേട്ട് ഇവരെ തന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ടെലിവിഷൻ കാണാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ, ഇവിടെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങൾ ഇവരെ കാണിക്കുന്നത് ക്യാമ്പുകൾ നന്നായിരിക്കും എന്നുള്ളതാണ്. കാരണം അതൊരു ആശ്വാസമായി ഇവർക്ക് മാറാൻ സാധ്യതയുണ്ട്. ആശങ്കകളുടെ ലോകത്താണ് ഇവരിപ്പോൾ കഴിയുന്നത് എന്നുള്ളതാണ്.
ക്യാമ്പിലുള്ള ജിതിക നമ്മളുടെ കൂടെയുണ്ട്. അവർ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അവർക്കും ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നത്, എന്തൊക്കെയാണ് മന്ത്രി ഉപസമിതിയുടെ തീരുമാനങ്ങൾ എന്നൊക്കെ. പുനരധിവാസത്തെക്കുറിച്ച് അല്പസമയം മുമ്പ് കൈരളി TV-യിൽ അവരിപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് കാണുകയുണ്ടായി. അത് അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എന്നാണ് തോന്നുന്നത്, ആശ്വാസകരമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കേട്ടു എന്ന് തോന്നുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രീഫാബ് വീടുകൾ അടക്കം നിർമ്മിക്കാൻ, അതായത് ഇവിടുന്ന് താൽക്കാലികമായി മാറ്റി നിങ്ങളുടെ സ്വകാര്യത അടക്കം സംരക്ഷിക്കാൻ കെട്ടിടങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. അതിന് പ്രീഫാബ് വീടുകളടക്കം താൽക്കാലികമായി നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. 2 മാസത്തിനകം ഇതൊക്കെ ശരിയാകും എന്നുള്ളതാണ് മന്ത്രിമാരടക്കം പറയുന്നത്. ഇതുവരെയുള്ള നിങ്ങളുടെ ഒരു ക്യാമ്പിലെ ജീവിതത്തെക്കുറിച്ചും ഇനിയുള്ള ഒരു ആശ്വാസകരമായ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്? ഇതുവരെ പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുന്ന അവിടുന്ന് തൊട്ട് ഈ നിമിഷം വരെയുള്ള എല്ലാ സഹായത്തിനും ഗവൺമെൻറ്റിനോട് നന്ദി പറയുന്നു. ഇനി വരുന്ന കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഞങ്ങളുടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അവിടുന്ന് രക്ഷാപ്രവർത്തകർ, ഇവിടെ ഫുഡ് ഉണ്ടാക്കി തരുന്നവർ, ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, അവിടെ ബോഡി തിരയാൻ സഹായിക്കുന്നവർ, അവരൊക്കെ ഞങ്ങൾ ഈ നിമിഷത്തിൽ നന്ദി പറയണം. അത് ആരൊക്കെയാണെന്നൊന്നും ഞങ്ങൾക്ക് ക്യാമ്പിലുള്ളവർക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയില്ല. ഗവൺമെൻറ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ സംഘടന പ്രവർത്തകർ വന്നിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് വാക്കുകൾ ചില സമയത്ത് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ക്യാമ്പിലുള്ളവർക്ക് ഒരു ബോധ്യവുമില്ല. ഇനിയിപ്പോൾ മന്ത്രിസഭ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ അല്പം മുമ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിന്ന് കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ അവിടെ ക്യാമ്പിലുള്ളവർക്ക് ഒരു അറിവുമില്ല. പിന്നെ ഇവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും അവിടെ നമ്പർ എടുക്കാത്ത വീടുകളുണ്ട് പഞ്ചായത്തിൽ. അതായത് കെട്ടിടം നമ്പർ എടുക്കാത്തത്, അതായത് മെറ്റീരിയൽസ് ഇറക്കിയ വീടുകൾ, സ്ഥലം അത് പാടിയിൽ താമസിച്ചിട്ടും സ്ഥലവും വീടും ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ആശങ്കയുണ്ട്, ഞങ്ങൾ ഏത് വകുപ്പിൽ പെടും, ഏതിൽ പെടും, മരണപ്പെട്ട കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഏതിൽ പെടും എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേർതിരിവോടെ, അതായത് മരണപ്പെട്ടവരെ മാത്രം ഒരു കെയറിങ് കൊടുക്കുക, അല്ലെങ്കിൽ വീടുകൾ പോയവർക്ക് കെയറിങ് കൊടുക്കുക, അങ്ങനെ ഒരു സംവിധാനം വന്നാൽ എല്ലാവർക്കും അങ്ങനത്തെ വേവലാതികളൊക്കെ ഉണ്ട്. പാടിയിൽ താമസിച്ച എനിക്ക് ഇതിലൊക്കെ ആശ്വാസമുണ്ട്. ഇത് എന്താണ് ഗവൺമെൻറ് ഇത്രയും ഈ നിമിഷം വരെ ചെയ്ത കാര്യങ്ങളിലൊക്കെ എനിക്കും ആശ്വാസമുണ്ട്. പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ക്യാമ്പുകളിലുള്ളവർക്ക് അറിയുന്നില്ല. എല്ലാവരും മൊബൈൽ തുറക്കാനും അടിക്കുന്ന ഒരു നിമിഷമാണ് ഈ സമയം. മൊബൈലിൽ ന്യൂസ് ഉണ്ടെന്ന് നമുക്ക് പറയാം, പക്ഷെ മൊബൈലിൽ ന്യൂസ് ഈ ടൈമിൽ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന നിമിഷത്തിൽ എല്ലാവരും ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് ഇല്ല. അത്യാവശ്യം കോളുകൾ അറ്റൻഡ് ചെയ്യാന്നല്ലാതെ ഒരു വീഡിയോസ് അവർ കാണാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയി പറയുമ്പോഴേ അവർ ചിലപ്പോൾ ഇത് അറിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് അവിടെ എസ്റ്റേറ്റ് പാടികളിൽ താമസിക്കുന്നവരുണ്ട്. അതായത് എനിക്ക് തന്നെ ഇപ്പോൾ സ്ഥലമുണ്ട്, എൻ്റെ സ്ഥലമില്ല. എൻ്റെ അമ്മയ്ക്ക് സ്ഥലമുണ്ട്, അവിടെ മെറ്റീരിയൽസ് ഇറക്കി ഇട്ടിട്ടുണ്ട് വീട് പണിക്ക്. അത് ഒലിച്ചു പോയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ പാടിയിലുള്ള പല ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്കൊക്കെ ഇതിൽ ബാധകമാണോ, അവർക്കൊക്കെ ഈ ഒരു വീട് എന്നുള്ള ഒരു ഇത് കിട്ടുമോ, നമ്മൾ സേഫ് ആകുമോ, നമുക്ക് നല്ല വീടുകൾ ലഭിക്കുമോ എന്നുള്ള ആശങ്കകൾ നന്നായിട്ടുണ്ട് എന്നാണ് ഞാൻ ക്യാമ്പിൽ നിന്നിടത്തോളം എന്നോട് ഓരോരുത്തരും പറയുന്നത്. ഇവിടെ രാഷ്ട്രീയമോ മതമോ അങ്ങനത്തെ ഒന്നുമില്ല, ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ നിമിഷം വരെ ഉള്ളത്. ഈ നിമിഷം വരെ ഒരു പരാതിയും ക്യാമ്പിൽ നിന്നോ പുറത്ത് ബോഡി ചെക്ക് ചെയ്യുന്നവിടെയോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഇതിനായിട്ട് നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, അവിടെയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമ്മൾ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അത് എനിക്ക് ബോധ്യമാണ്. അതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റുകളും റേഷൻ കാർഡ് അടക്കം എല്ലാം നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കുറച്ച് ആൾക്കാർക്ക് എന്തോ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് എല്ലാവർക്കും, ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് എല്ലാവർക്കും കിട്ടുന്നില്ല. കിട്ടിയവരും ഉണ്ടാതിരിക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആശ്വാസകരമാണ്. അത് കേട്ടവർക്കും ആശ്വാസകരമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ന്യൂസ് കേൾക്കാത്ത ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ ഈ ആശങ്കകളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടല്ലോ, അപ്പോൾ സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തൃപ്തിയാണ്.
ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ നിമിഷം പറയുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ വീടുകൾ പോയാൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണോ അവർ കെയറിങ് കൊടുക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഇല്ല, എല്ലാവരെയും ഒരേപോലെ ചോദിക്കുന്നതാണ്. അതായത് അവരെ ആശങ്ക എന്നോട് വന്ന് പറയുന്നതാണ്. അപ്പോൾ മുണ്ടക്കായ് മുതൽ ചൂരൽമല വരെ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അവർ വാടകയ്ക്കാണോ, പാടികളിലാണോ, വീടുകളിലാണോ, അങ്ങനെ ചിലപ്പോൾ ചിലർ എനിക്ക് തോന്നുന്നത് മറച്ചിട്ടടക്കം താമസിച്ചവരുണ്ടാവും. അതായത് പ്ലാസ്റ്റിക് മറകൾ മറച്ചിട്ടടക്കം താമസിച്ചവരവിടെ ഉണ്ടാവും, പറയാൻ പറ്റൂല. ഇവിടെ ആ രേഖകളൊന്നും ഉണ്ടാവില്ല. ഈ മേപ്പാടി പഞ്ചായത്തിൽ അതിൻ്റെ രേഖകളൊന്നും ഉണ്ടാവില്ല. ചിലർ വീടിന് നമ്പർ എടുക്കാൻ പോണവർ എൻ്റെ അറിവിലുണ്ട്. ദേവരാജ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ അടുത്ത് രേഖകൾ എടുക്കണമെന്ന് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും കണക്കെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, ആ കണക്കിൽ ഈ മുണ്ടക്കായ് മുതൽ ചൂരമല വരെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള നിയമ നടപടികളും അതുപോലെ തന്നെ തുടരണമെന്ന് സർക്കാരിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ജിതിക തിരിച്ചു പോയിട്ട് ക്യാമ്പിലുള്ളവരോട് ഈ കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അവർക്ക് ഒരു ആശ്വാസമാവട്ടെ എന്നുള്ളതാണ്. ഞാനുള്ളത് ഒരു ക്യാമ്പിലാണ്, ബാക്കിയുള്ളവർക്ക് അത് കിട്ടിക്കോളും. പല ക്യാമ്പുകളിലായിട്ടുള്ളതുകൊണ്ട് അവർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല.